ഹലോ ഗൈസ്, ചക്കാഞ്ചുക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പേൻ പാർക്കിലാണ്. അവിടെ അവർ ഇതുപോലെ മേൽക്കൂരയൊക്കെ ഇട്ടു കേട്ടോ. അത്യാവശ്യം ഒരു 10-500 ബൈക്കിന് മേൽക്കൂരയ്ക്കകത്ത് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അത് വലിയൊരു ഉപകാരമായിരുന്നു. ഒരു 48 അവേഴ്സിന് 75 രൂപ വെച്ചിട്ടാണ് അവർ ഈടാക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ പോകുന്നതല്ല നിങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ എവിടെ ചേച്ചി പോന്നെ? നമ്മൾ ഗോവയ്ക്ക് പോവാണ്. ഗോവയ്ക്ക് കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇന്നാണ് ആ സുദിനം വന്നെത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ വണ്ടി 6:20-നാണ്. ഇപ്പോൾ സമയം 5:30 ആയിട്ടേ ഉള്ളൂ. നമ്മൾ ഇച്ചിരി നേരത്തെ ഇങ്ങ് പോകുന്നതാ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1660 അപ്പൊ നമ്മൾ ഹണിമൂണ് പോകുന്നത് ഒരു ഫാമിലി പായ്ക്കായിട്ടാണ്. ഫാമിലി പായ്ക്ക് എന്ന് വെച്ചാൽ ഞാനുണ്ട്, ചൂച്ചുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഏട്ടനുണ്ട്, ഏട്ടന്റെ വൈഫുണ്ട്, പിന്നെ ആരാ ഐതിക്കുണ്ട്. ഓക്കെ, നമ്മൾ എല്ലാരും കൂടാണ് പോകുന്നത്. നമ്മുടെ ട്രെയിൻ എത്താൻ ഇനി ഏകദേശം ഒരു അരമണിക്കൂർ ടൈമുണ്ട്. ഓക്കെ, അപ്പൊ വെയിറ്റിംഗിലാ. അപ്പൊ ഞാന് ചൂച്ചുവിന്റെ ഫാമിലി ഒന്നും ആരും കണ്ടിട്ടില്ല. ഞാൻ എല്ലാരെയും പരിചയപ്പെടുത്താട്ടോ. വാ, എല്ലാരെയും പരിചയപ്പെടുത്തട്ടെ. ഇതാണ് ഏട്ടന്റെ മോൻ ഐതിക് എന്നാണ് പേര്. ആ നിൽക്കുന്നതാണ് അമ്മ. അമ്മയോട് ഹായ് കാണിക്കാൻ പറഞ്ഞേ. പിന്നെ ഇതാണ് ഏട്ടൻ, പിന്നെ ഇത് സാന്റി അമ്മ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടാണ് ഹണിമൂണിന് പോകുന്നത്. അതെ, വേറൊരു പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചതാ. വേറൊരു പ്രൊഡക്ഷൻ നടന്നോണ്ടിരിക്കുകയാണ്. വന്നോണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാരും കൂടാണ് ഹണിമൂണിന് പോകുന്നത് അല്ലേ? ഒരാളെ ഒറ്റയ്ക്ക് വിടൂല. ഇല്ല, ഒറ്റയ്ക്ക് വിടൂല. ഓക്കെ, ഇനി അച്ഛനോടുണ്ട്. അച്ഛനെ കാണിക്കാം. അച്ഛൻ എവിടെയോ നടക്കാൻ പോയതാ. ഒറ്റയ്ക്ക് നടക്കാൻ പോയി. അപ്പൊ ഇതാണ് അച്ഛൻ. അച്ഛൻ അവര് ഹായ് പറയും. ഐതിക്കിന്റെ ഹായ് കേട്ടോ ഗായ്സ്. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ് ഗായ്സ്, വന്നിരിക്കുകയാണ്. 10-20 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അപ്പൊ അത് എത്തിയിട്ടുണ്ട്. നമുക്ക് കയറാം. ഇല്ല ഇല്ലില്ല, ഞാൻ ഇവിടെ വരെ ഉള്ളൂ. ആ, നമ്മുടെ ബോഗി B8 ആണ്. അതായത് അങ്ങനെ നമ്മൾ ട്രെയിനകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സെറ്റാണ്. നമ്മള് വന്നേ. അപ്പൊ അമ്മ ചോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഇലയിൽ ചപ്പാത്തി, ചിക്കൻ കറി, കപ്പ, ചോറ്, മൊത്തം സാധനമുണ്ട്. ആദ്യം എന്താ ചോറ? ഒരു ട്രെയിനാന്ന് പോലും നോക്കാതെ ഇങ്ങനെ വെട്ടി വിഴുങ്ങാവും. ചന്നും പിന്നും. ദേശീയ വണ്ടി ആയതുകൊണ്ട് ഇതിനകത്ത് നിറച്ച് ഇതിന്റെ മണമായിട്ടുണ്ട്. ആ വാതിൽ തുറക്കുമ്പോ തൊട്ട് മണം വരുന്നുണ്ട് കേട്ടാ. ഗോവ ചെന്ന് ആദ്യം റൂം എടുക്കേണ്ടി വരും എന്നാ തോന്നുന്നത്. ഇത് വീടല്ല, മതി, നിർത്ത്. നല്ല എരിയുണ്ട്. നോർമൽ അമ്മ ഉണ്ടാക്കുന്നതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? Aku tiket kan tekan peno kayo kana malikum era la illa so boy ya te boy po takka aru tarawe anju manjadi nalu narenga മുക്കിച്ചി 2 ചെണ്ടുമലി 1 കുഞ്ഞാച്ചക്കിളിയെ ഞങ്ങൾ കണ്ടു. 8 നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ 8 പൊട്ടിക്ക
7 ഏത്തക്ക, 6 താരാവ്, 5 അഞ്ചാടി, 4 നാരങ്ങ, 3 മുക്കുറ്റി, 2 ചെണ്ടുമല്ലി, 1 കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. 9-ാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ 9 മുട്ടക്ക, 9 മുട്ടക്ക, 8 പൊട്ടിക്ക, 7 ഏത്തക്ക, 6 താറാവ്, 5 മഞ്ചാടി, 4 നാരങ്ങ, 3 മുക്കുറ്റി, 2 ചെണ്ടുമല്ലി, 1 കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. 10-ാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ 1 കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ട്. ഇല്ലാസയാത്ര പോയപ്പോ 10 വത്തക്ക, 9 മുട്ടക്ക, 8 പൊട്ടിക്ക, 7 ഏത്തക്ക, 6 താറാവ്, 5 മഞ്ചാടി, 4 നാരങ്ങ, 3 മുക്കച്ച്, 2 ചെണ്ടുമല്ലി, 1 കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. അങ്ങനെ നമ്മള് ബഡ്ഗോൺ എത്തിയിരിക്കുകയാണ്. എന്റെ കയ്യിലുണ്ട്. മുള്ളമ്പന്നി ഇതാണ് നമ്മുടെ വന്ന് റെയിൽവേ സ്റ്റേഷൻ. ബഡ്ഗോൺ എന്നാണ് ഇത് പറയപ്പെടുന്നത്. അപ്പോ എല്ലാരും ഉണ്ട്, എല്ലാരും ഇങ്ങോട്ടാണ് ടിക്കറ്റ് എടുക്കുക നോർമലി. അപ്പോ ഇവിടെ എല്ലാം ടാക്സി, ബൈക്ക് വേണോ കാർ വേണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ എടുത്തതിൽ ചെറിയൊരു അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ചാൽ തിവിൻ എന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ടൊരു സ്റ്റേഷൻ ഉണ്ട്. ഏകദേശം ഒരു 50, ഇവിടുന്ന് ഒരു 10-50 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട്. അപ്പോൾ അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഗോവയിലേക്ക്, നോർത്ത് ഗോവയിലാണ് നമുക്ക് റൂമൊക്കെ എടുത്തത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 18 മിനിറ്റ് ഒക്കെ യാത്രയേ ഉള്ളായിരുന്നു. 18 കിലോമീറ്റർ, അരമണിക്കൂർ ആ റേഞ്ചേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടുന്ന് 1 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ബഡ്ഗോൺ എടുക്കേണ്ട. നോർത്ത് ഗോവയാണ് ഹാപ്പനിങ്, അവിടെയാണ് എല്ലാം ഉള്ളത്, മ്യൂസിക്കും പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തിവിമിലേക്ക് എടുത്താൽ മതി കേട്ടോ ടിക്കറ്റ്. നമ്മളിവിടുന്ന് ഒരു ടാക്സി കാർ എടുത്തിന്. അപ്പോൾ അത് എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കട്ടെ ആദ്യം. ഒരു എർട്ടിക എടുത്തായിരുന്നു, നമ്മൾ 6 പേരുണ്ടല്ലോ. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ താക്കോല് കിട്ടി. ഇവിടെ ഈ ഒരു ഷോപ്പിൽ പുള്ളി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ വന്നത് ജോയി എന്ന് പറയുന്ന ഒരു, അതെ, ദീപു ഭയ്യന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ദീപു ഭയ്യന്റെ കയ്യിൽ നിന്ന് നമ്മളിപ്പോൾ താക്കോലൊക്കെ വാങ്ങിച്ച് ഇനിയിപ്പോൾ ലഗേജ് ഒക്കെ എടുത്ത് ഇതിനകത്ത് വെക്കാം. എടാ ഞാൻ തുറന്നടാ. ഓക്കെ അല്ലേ? എന്താ ഇട്ടോ? ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഇത് ഏതാ സ്റ്റേഷൻ? ബഡ്ഗോൺ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് റെന്റേ കാർ എടുത്തു, ഒരു ചായ ഒക്കെ കുടിച്ചു. ഇനിയിപ്പം നമ്മള് സാന്റിയമ്മയുടെ എല്ലാ പല്ലും വെളിയിൽ കാണുന്നുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ഏതാ കലങ്കോട്ട് ബീച്ച്. കലങ്കോട്ട് ബീച്ചിലേക്കുള്ള യാത്ര തിരികെയാണ്. അവിടെ ചെന്നിട്ട് വേണം റൂമൊക്കെ എടുക്കാൻ. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് രാവിലെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ പോയി നോക്കാം, തറയിൽ കിടക്കണോ അതോ റൂമിൽ കിടക്കണോ.
നമ്മളങ്ങനെ കലങ്കട്ടിലെത്തി. ഈ ഒരു ഇച്ചിരിയുള്ള ഗ്ലാസ്സിലുള്ള ചായയുടെ വില എന്ന് പറയുന്നത് 20 രൂപയാണ്. നമ്മളെ കണ്ടപ്പോൾ ഇട്ട റേറ്റ് ആണെന്നാണ് തോന്നുന്നത്. അതറിയാതെ നമ്മൾ 1, 2, 3, 4, 5 ചായ വാങ്ങിച്ചു. 5 ചായ വാങ്ങിച്ചാൽ 100 രൂപ. എന്താല്ലേ, നല്ല അടിപൊളി റേറ്റാ. ഇപ്പൊ സീസണൊക്കെ ആയതായിരിക്കും. അല്ലെങ്കിൽ ഇച്ചിരിയുള്ള ഈ ഒരു ചായക്കൊക്കെ 20 രൂപ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കൂടുതലല്ലേ അല്ലേ? ഓക്കെ, നമ്മളെ എന്തായാലും നേരത്തെ ഇങ്ങെത്തി. 7 മണി 8 മണിയെങ്കിലും ആവും റൂമിൽ ചെക്ക് ഇൻ ചെയ്യാനാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കലങ്കട്ട് ബീച്ചിൻ്റെ സൈഡിലാണ് ഉള്ളത്. നേരം കൂടെ എത്തിയിട്ടില്ല ഇതുവരെ. ഗൈസ്, ഇപ്പോൾ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു റൂമേ കിട്ടിയുള്ളൂ. 3 റൂം പറഞ്ഞിട്ടുണ്ട്. ഇതേതായി കോലിച്ചി? നമ്മൾ കാറ് പാർക്ക് ചെയ്തു. നമ്മളുകൊണ്ട് അവിടെയാണ് നിൽക്കുന്നത്. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നുമല്ല. ഒരു AC ഒക്കെ ഉള്ളൊരു ചെറിയൊരു റൂം, അത്രേ ഉള്ളൂ. അങ്ങനെ 3 റൂം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം ഏകദേശം 7:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ചെക്കിങ് ചെയ്യാൻ പറ്റില്ല 3 റൂമിലേക്ക്. അപ്പോൾ തൽക്കാലത്തേന് ഒരു ഒറ്റ റൂം മാത്രം പുള്ളി റെഡിയാക്കി തന്നു. അപ്പോൾ നമ്മൾ 6 പേരോട് ഇപ്പോൾ തൽക്കാലം രാവിലെ ഒന്ന് ഫ്രഷൊക്കെ ആകാൻ വേണ്ടിയിട്ട് അതിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1 hour കഴിയുമ്പോൾ ഒരു റൂം കൂടെ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു 10 മണി കഴിയുമ്പോഴത്തേന് ബാക്കി റൂംസും തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട്. ഒരു മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ചിട്ട്. ഇതിനകത്തേക്ക് കാർ പാർക്കിംഗ് ഉണ്ട്. ആകെ 3 കാറേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി തൽക്കാലം പുറത്തായിട്ടേക്കുന്നത്. ഇവിടുന്ന് ഇപ്പോൾ ഒരു 10 മണിയാകുമ്പോഴത്തേന് ഉള്ളിലേക്ക് കയറ്റി തരാമെന്നാണ് പറഞ്ഞത്. ഉള്ളിൽ കയറ്റായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ചെറിയ വഴിയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ എന്തായാലും എടുക്കണമല്ലോ. എടുക്കുമ്പോൾ പിന്നെ വലിയ കാര്യങ്ങളുണ്ടാവില്ല. ഇവിടെ ഒരു എമണ്ടൻ ഡോഗും ഉണ്ട് കേട്ടോ. ഞാൻ ചൂച്ചിനെ കണ്ടിട്ട് വാലാട്ടുന്നുണ്ട്. പോയി ചൂച്ചിനെ പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അറിയാം ചോദിച്ചു? വാലാട്ടി കാണിക്കുന്നുണ്ടല്ലോ. സൺഷൈൻ ഗസ്റ്റ് ഹൗസ്, അങ്ങനെ കേട്ടോ പേര്. ഭയങ്കര റേറ്റ് ഒന്നുമില്ല. ഇപ്പൊ പിന്നെ ചെറിയ സീസൺ ടൈമൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി റേറ്റ് ഉണ്ട്. ഇവിടെ 1500 ആണ് പുള്ളി പറഞ്ഞത് പെർ റൂമിന് ഒരു നൈറ്റിലേക്ക്. എൻ്റെ അമ്മോ, നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നപ്പോഴത്തേന് ഈ സാധനം ഇങ്ങനെയിട്ട് പോസ് ചെയ്തിട്ടാ. നല്ല രസമുണ്ട്. ചോദിച്ചാൽ അതിനെ തൊടണമെന്നാ പറഞ്ഞത്. ഞാൻ തൊട് ചെന്ന് തൊട്. വേണ്ട വേണ്ട, അങ്ങ് സ്നേഹമാണല്ലോ ഇതിന്. എനിക്ക് വയ്യ. ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നിട്ടാ. ഭയങ്കര അനുസരണയൊക്കെ ഉള്ള പറ്റിയ. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ചോദിച്ചു അതിനെ തൊട്ടിരിക്കുകയാണ്. ഭയങ്കര അനുസരണയുള്ള പറ്റിയിട്ട്. ഇരിക്കാൻ പറഞ്ഞാൽ അപ്പം ഇരിക്കും. അതാണ് സാധനം. നല്ല രസമുണ്ട്. ഒരുപാട് തൂവലോ, ഇതിനെന്താ പറയുന്നത്, പൂടയല്ലേ? പൂടയൊക്കെ ആയിട്ട് കൊള്ളാം. നല്ല രസമുണ്ട്. തൊട്ടോ മതി. ആദ്യം അതിനെ തൊടാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് സ്നേഹിച്ച് കൊള്ളാനുള്ളൊരു ശ്രമം. എൻ്റെ പേര് ജൂനിയർ എന്നാട്ടോ. കൈ തരുന്ന പിടിക്ക് കയ്യിലേ. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് ലേറ്റായി പോയി ഗൈസ്. ആകെ ഒരു റൂമേ ഉള്ളായിരുന്നേ. അപ്പോൾ ഇന്ന് ഇറങ്ങാൻ വേണ്ടി എല്ലാവരും കുളിക്കണ്ട. 6 പേരില്ല. എല്ലാവരും കുളിച്ചൊക്കെ ഇറങ്ങാനെ കൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ഇപ്പോൾ ഒരു റൂം കൂടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു റൂം കൂടെ തന്നിട്ടുണ്ട്. ഇനി പോയിട്ട് വരുമ്പോഴത്തേന് അടുത്ത റൂം തരാമെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും കുറച്ച് പ്ലേസ് കാണണം. പിന്നെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കണം. അതൊക്കെയാണ് പരിപാടി. എന്തേ ഏട്ടനൊക്കെ എന്തേ? നമ്മളിപ്പോൾ ജസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാം. നല്ല ഫുഡ് കിട്ടുന്നിടത്ത് കാരണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് നമ്മളിവിടുന്ന് ഫുഡ് കഴിക്കുന്നത്. ഇതിൻ്റെ കളർ കണ്ട് പേടിക്കണ്ട. നെയ് റോസ്റ്റാണ്. ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ. അപ്പോൾ നല്ല വിശപ്പുണ്ട്. എന്നാൽ പിന്നെ ദോശ കഴിക്കട്ടെ. ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ്. അതാണോ നിനക്ക്? ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഇടേണ്ട ആവശ്യം വരില്ല. എല്ലാം ഭയങ്കര കളർഫുള്ളല്ലേ?
രസമുണ്ട്. നമ്മുടെ കോഫി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചെറിയ പർച്ചേസിങ് ഏരിയ. കുറേ ഉണ്ട് കേട്ടോ. ബാഗ്, പിന്നെ ഡ്രീം ക്യാച്ചേഴ്സ് അടിപൊളിയുണ്ട്. ഡ്രീം ക്യാച്ചർ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളാം. ഒരു ഡ്രീം ക്യാച്ചർ വാങ്ങിച്ചാലോ? നിനക്ക് തൊപ്പി വേണം, അതുകൊണ്ട് സാന്റിയമ്മ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നു. ഈ തൊപ്പിക്കൊക്കെ 250 റുപ്പീസാണ് അവർ പറയണത്. വില കൂടുതലാണെന്നാ തോന്നുന്നത്. കണ്ടിട്ട് 250 ഉള്ളൊരു വകയുള്ളതായിട്ട് തോന്നുന്നില്ലല്ലേ. ഇപ്പൊ സീസൺ ടൈമല്ലേ, എന്തായാലും ഈ വിലയൊക്കെ തന്നെ വരും. ഏട്ടൻ നിന്ന് വില വെച്ചിക്കൊണ്ടിരിക്കുക. സംസാരിച്ച് ഏകദേശം 170 എത്തിച്ചിക്ക്. 2 എണ്ണം എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് എത്തിയത് ലാസ്റ്റ്. ഇനിയും കുറയിട്ടാ. ഓഫ് സീസൺ എത്തിയാൽ എനിക്ക് തോന്നുന്നൊരു 100 രൂപ 120 രൂപയ്ക്കൊക്കെ കിട്ടുന്ന തോന്നുന്നത്. പറഞ്ഞ് ലാസ്റ്റ് 650 രൂപയ്ക്ക് 4 എണ്ണം വാങ്ങിച്ചു അവിടെ നിന്ന്. ഭയങ്കര ഡ്രസ്സാട്ടോ കൂടുതലിവിടെ. ഒരുപാട് ഡ്രസ്സ്, ഫുൾ കളർഫുള്ളാണ്. ഗോവ പിന്നെ എപ്പോഴും കളർഫുള്ളാണല്ലോ അല്ലേ. നമ്മൾ അവിടെ നിന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ടേക്ക് പോന്നേ? അക്കോഡ ഫോർട്ട്. ഹെൽമെറ്റ് വെളിയിൽ നിന്ന് വന്ന ടാക്സി വണ്ടിക്ക് മൊത്തം ഹെൽമെറ്റ് ഉണ്ട്, റെന്റ് വണ്ടിക്ക്. പക്ഷെ ഇവിടെ ഉള്ള വണ്ടികൾക്കൊന്നും ഹെൽമെറ്റ് വെക്കുന്നില്ല. ഫോർട്ടാണല്ലോ, അപ്പൊ എന്തായാലും കുന്നിന്റെ മുകളിലായിരിക്കും അല്ലേ. താഴെ പണിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വന്ന്, ഈ രാജാക്കന്മാര് താമസിക്കുന്ന സ്ഥലമല്ലേ, പെട്ടെന്ന് ആളുകൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളല്ലേ ബോട്ടുകൾ പണിക്കുന്നത്. മണ്ടു തന്നെ ഒന്നും അറിയില്ല. ഇതുവഴി കുന്ന് കയറി മേളിൽ ചെല്ലുന്ന സമയം കൊണ്ട് മേളിൽ നിന്ന് അവർക്ക് ആക്രമിക്കാലോ. തലശ്ശേരിക്കോട്ടെ നിരപ്പല്ലേ, ആ നിരപ്പത്തോട് ആരെങ്കിലും വന്ന് ആക്രമിക്കാൻ പറ്റും. നമ്മളെങ്ങോട്ടാ പോവാ? അതാ പോട്ട് അകത്തോട്ട് ഒരു പാർക്ക് ചെയ്യാൻ തോന്നുന്നു. വെള്ളം കൊടുക്കേ? ഹലോ, ആ റേഞ്ച് ഇല്ലാടോ. സ്റ്റാർട്ടിങ് 1 മാസത്തെ വഴിയാ തോന്നല്ലോ അല്ലേ? ഞാൻ വിളിക്കണ്ട വീട്ടിലെത്തി.